സീറോ മലബാർ അതിരൂപതയിൽ എന്ത് ദൈവനിന്ദ നടന്നാലും മേജർ ആർച്ച് ബിഷപ്പിനോ വികാരിക്കോ ഒരു പ്രശ്നവുമില്ല. പ്രശ്നങ്ങൾ മുഴുവൻ വിശ്വാസികൾക്കാണ്. വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പുരോഹിതൻ ആക്രമിക്കപ്പെട്ടു എന്നതും കുർബാന തടസ്സപ്പെട്ടു എന്നതുമാണ് പ്രസാദഗിരി പള്ളിയിൽ നടന്ന ഏറ്റവും വലിയ ദൈവനിന്ദ. സ്വർഗത്തിന്റെ പ്രതീകമായ മദ്ബഹ ഒരു പുരോഹിതന്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ മലിനപ്പെടുത്തി എന്നതാണ് ഇതിൽ ഏറ്റവും ഗൗരവമുള്ള വിഷയവും. പള്ളിയിൽ കുർബാന അർപ്പണം നടക്കുമ്പോൾ പിശാച് ബാധിതനെ പോലെ ജെറിൻ എന്ന ക്രിമിനൽ വൈദികൻ കുർബാന തടസ്സപ്പെടുത്താൻ വേണ്ടി ബലിവേദിയിൽ കയറുകയും വിശ്വാസികൾ ഇയാളെ പിടിച്ചു മാറ്റിയിട്ടും പള്ളിക്കുള്ളിൽ അലറി വിളിച്ചുകൊണ്ട് കുർബാന തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും കാർമികൻ കുർബാന തുടരുന്നു എന്ന് കണ്ടപ്പോൾ ഗുണ്ടകളെ ഫോൺ ചെയ്ത് വരുത്തുകയും അവർ സങ്കീർത്തിയുടെ വാതിൽ തകർത്ത് അകത്ത് കിടന്ന് കാർമികനെ ബലം പ്രയോഗിച്ച് ബലിവേദിയിൽ നിന്നും പിടിച്ച് വലിച്ച് സങ്കീർത്തിയിലേക്ക് ചവിട്ടിത്തള്ളി ഇടുകയുമായിരുന്നു. തുടർന്ന് ബലിവേദിയിൽ കടന്നു കയറിയ ജെറിൻ എന്ന ക്രിമിനൽ പുരോഹിതൻ ദൈവജനത്തിന് നേർക്ക് ആക്രോശവും ശകാര വർഷവും നടത്തി കുർബാന തടസ്സപ്പെടുത്തിയത് ആഘോഷിക്കുകയായിരുന്നു. പ്രസാദഗിരി പള്ളിയിൽ നടന്ന ഈ ഹീനമായ ദൈവനിന്ദയിൽ 2 ദിവസങ്ങൾക്ക് ശേഷം മാത്രം പ്രതികരിച്ച കൂര്യ ജെറിനെതിരെ കാനിൻ നിയമം അനുസരിച്ചുള്ള അച്ചടക്ക നടപടികൾ ആരംഭിച്ചതായി ഒരു കുറിപ്പ് മാത്രം ഇറക്കുകയായിരുന്നു. വലിയ മഹരോൺ ശിക്ഷ അർഹിക്കുന്ന ദൈവനിന്ദ നടത്തിയ ഈ പുരോഹിതൻ ഇപ്പോഴും പുരോഹിത ശുശ്രൂഷ തുടരുന്നു എന്നതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. കുർബാന മധ്യയുള്ള പ്രസംഗത്തിൽ മാർപ്പാപ്പയെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ പിറ്റേ ദിവസം തന്നെ ഒരു പുരോഹിതനെ പൗരോഹിത്യത്തിൽ നിന്ന് പുറത്താക്കിയ പാരമ്പര്യമാണ് കത്തോലിക്ക സഭയിൽ ഉള്ളത്. ഈശോ മിശിഹായുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതൻ മറ്റൊരു പുരോഹിതന്റെ പ്രേരണയാൽ ആക്രമിക്കപ്പെട്ടു കുർബാന തടസ്സപ്പെടുത്തിയ ദൈവനിന്ദ നിസ്സാര പ്രശ്നമായി കാണുന്ന വികാരി മെത്രോപൊലിത്തയായ പാംബ്ലാനി ഈ ദൈവനിന്ദയ്ക്ക് കൂട്ടുനിൽക്കുകയാണ്. വേണ്ടി വന്നാൽ ജെറിനെ കൂരിയിലും ഉൾപ്പെടുത്താം. മേജർ ആർച്ച് ബിഷപ്പ് ആകട്ടെ ഇങ്ങനെ ഒരു സംഭവം തന്റെ അതിരൂപതയിലെ ഒരു പള്ളിയിൽ നടന്നത് അറിഞ്ഞ ഭാവം പോലും നടിക്കുന്നില്ല. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കെൽപ്പില്ലാത്തവർ സ്ഥാനത്യാഗം ചെയ്യുകയാണ് ഉചിതം.